ഞങ്ങൾ പാലക്കാട് പോവാം. ഗുഡ് മോർണിംഗ്. ഞങ്ങൾ പാലക്കാട് പോവാണ് ഗൈസ്. ഞാൻ മുന്നത്തെ വ്ളോഗ് ഉണ്ടായിരിക്കും, അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാലക്കാടാണ് ഞങ്ങളെ കുടുംബക്ഷേത്രം. അവിടെ എല്ലാ കാർത്തികൾക്കിനാണ് ഗൈസ് ഉത്സവം. അപ്പോൾ ഞങ്ങളെല്ലാവരും പാലക്കാട് പോവാണ് ഗൈസ്. ഞാൻ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്, ബാക്കി എല്ലാവരും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. സോ ഞങ്ങൾ ഇറങ്ങാനുള്ള പരിപാടിയിലാണ്. ബസ് ഇവിടെ എത്താനായിട്ടുണ്ട് ഗൈസ്. അപ്പം ആരൊക്കെയാ, വേറെ ഫാമിലിയിലുള്ള കുറേ പേരൊക്കെ ഉണ്ടാവും. സോ ചിലവരൊന്നും വരാൻ പറ്റാത്തവർ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ ആരൊക്കെയാ വന്നതെന്നൊക്കെ ഞാൻ ബസ്സിലെത്തിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാനായി ഗൈസ്. സോ നമുക്ക് പോവാം ഗൈസ്. ധന്യമായ എന്നെ ചേർത്തവൾ മാലതി. ആ മാലതി എന്നുള്ള ഞാൻ കുട്ടിയാണ്. പുതുമഴയായി, പുതുകാലമായി, പുതുസൂര്യനായി, പുതുവർണ്ണമായി നീ എന്നെ പുതപ്പിനുള്ളിൽ മൂടിപ്പുതച്ചെങ്ങുറങ്ങുന്നു. ഞാൻ ഹൃദയത്തിൽ ഞാനെന്ന ഒന്നേ ചിന്തയിൽ ആനന്ദ തെളിച്ചത്തിൽ ആലസ്യം നിനക്ക് മാലതി. അത് നമ്മുടെ ശ്രീകുമാറിന് എല്ലാവരും ഒരു കയ്യടി കൊടുക്കുക. ഇനി ഒരുപാട് കവിതകൾ അദ്ദേഹം ശ്മശാനത്തിൽ പോയിട്ട് എഴുതിയതും നിമിഷങ്ങൾക്കുള്ളിൽ കവിത ഉണ്ടാക്കാൻ കഴിവുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ ഒരു 5-6 കവിതകൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെറുങ്ങനെ നോക്കി. പ്രത്യേകിച്ച് എന്താ ഞാൻ പറയുന്നത് വെച്ചാല്, നമുക്ക് സംഗീതം നൽകാനൊന്നും അറിയില്ലെങ്കിലും പക്ഷെ നമ്മളൊരു വരികൾ കാണുന്ന സമയത്ത് അത് ചൊല്ലണമെങ്കിൽ, അത് പ്രാസപ്പിച്ച് ചെല്ലണമെങ്കിൽ ആ എഴുതുന്ന ആളിൽ ഒരു കവിത്വം ഉണ്ടാവണം. ആ കവിത്വം അദ്ദേഹത്തിന് ദൈവം കണ്ടറിഞ്ഞ് കൊടുത്തിരുന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജന്മമിന്നെന്തിനായി എൻ ജീവനെ ചൊല്ലു നീ. ഹൃദയത്തിൽ നിറഞ്ഞൊരീണം ഒരു മുളം തണ്ടിലൂടൊഴുകി വന്നു. പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ്, പാട്ടൊക്കെ പാടിയിട്ടാണ് പോവുക. വരുമ്പോഴാണ് ഫുള്ള് ഡാൻസ് പരിപാടിക്കായിട്ട് വൈബാവുക. പോകുമ്പോൾ അങ്ങനെ എല്ലാവരും അടങ്ങിയിരിക്കും ഗൈസ് പാട്ടൊക്കെ കേട്ടിട്ട്. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കാൻ കിട്ടും. അതൊക്കെ കഴിച്ചിരിക്കുമ്പോഴേക്കും അവിടെ എത്തും ഗൈസ്. സോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഫുഡ് കഴിച്ചിട്ട് കിടന്ന് പോകും.
ഞങ്ങളിവിടെ എത്തി ഗൈസ്. ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. പിന്നെ പ്രസാദമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ പ്രസാദമൊക്കെ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി ഗൈസ്. നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച് നല്ല പായസമായിരുന്നു ഗൈസ്. പായസം എനിക്ക് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നേരെ അവിടുത്തെ വീട്ടിലേക്കാണ് പോയത് ഗൈസ്. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഇവരെ വീട്. ഞങ്ങൾ എപ്പോഴും ആദ്യമേ പോവല് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ആ വീട്ടിൽ തന്നെയാണ് പോവല്. അതുകൊണ്ട് തന്നെ ഗൈസ് ഞങ്ങൾ നല്ല കമ്പനിയാണ് അവിടെ ഏച്ചിനോട് ഏട്ടനോടൊക്കെ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിരിക്കുകയായിരുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഞങ്ങൾക്ക് കല്യാണി ഡാൻസ് കളിച്ച് കാണിച്ചു തരാണ്. പൊന്നേച്ചി ഇതുപോലെ കളിക്കി തെറ്റിച്ച് അടി കൊടുക്ക് തെറ്റിച്ച് അടി കൊടുക്ക്. അതന്നെ പഠിപ്പിച്ചല്ലോ ഇങ്ങനെ പിടി കളിക്കണല്ലേ. പിന്നെ എങ്ങനെ പാട്ട് പാട്. അയ്യോ പാച്ചു 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 ഏതാണത് വെച്ചത്? പിന്നെ കല്ലുവിൻ്റെ ഡാൻസ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ 2 റീല് കളിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും റീല് പഠിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ചേച്ചിമാരൊക്കെ അപ്പം പ്ലാൻ ചെയ്തിട്ട് അപ്പം പഠിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗൈസ് കുറേ ടേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ റീലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. ആ റീല് ഷൂട്ട് ചെയ്യുമ്പോൾ ഫുള്ള് കോമഡി എനിക്ക് ഗൈസ്. ഒരാൾ അങ്ങോട്ട് കളിക്കും ഒരാൾ ഇങ്ങോട്ട് കളിക്കും. ഫുള്ള് തെറ്റിച്ചിട്ട് കുറേ ടേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കാണണേ. പിന്നെ കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് പ്രാക്ടീസൊക്കെ കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും റെഡിയായി. ഞങ്ങളിതാണ് ധാവണിയാണ് വെയർ ചെയ്യുന്നത്. ഏച്ചിമാരൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അവിടെ അമ്മമാരൊക്കെ ഫുള്ള് സെറ്റായി റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടതാ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുകയാണ്. ഞങ്ങളെല്ലാവരും മാറ്റി താലൊക്കെ എടുക്കാൻ വേണ്ടി റെഡി ആയിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് ഗൈസ്. ഇവിടെ നിന്ന് മറ്റേ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് ദീപമൊക്കെ കത്തിച്ചിട്ട് തിരിച്ച് വരിക. ഇപ്പം പോകുമ്പോൾ അമ്പലത്തിലേക്ക് വേഗത്തും എവിടെ നിൽക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വേഗത്തും. പക്ഷെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നല്ല ലേറ്റ് ആവും. ഒരു 7 മണി 7:30 ആവും തിരിച്ചെത്താൻ വേണ്ടി. പക്ഷെ ഗൈസ് അമ്പലം കാണാൻ തിരിച്ച് വരുമ്പോൾ അടിപൊളിയാണ്. ഫുള്ള് ദീപമൊക്കെ കത്തിച്ചിട്ട് നല്ല രസമാണ് അമ്പലം നൈറ്റ് ആകുമ്പോൾ കാണാൻ. പിന്നെ ഞങ്ങളിപ്പോൾ പോകാൻ പോകുന്ന അമ്പലം അടിപൊളിയാണ് ഗൈസ്. 2 സൈഡിലും വയലൊക്കെ ആയിട്ട് കാണാൻ നല്ല വൈബാണ് ഗൈസ്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ അമ്പലം. ആ അമ്പലത്തിലേക്ക് പോകുന്ന വഴി തന്നെ നല്ല വൈബാണ് ഗൈസ്. പിന്നെ അവിടെ ഒരു അടിപൊളി കുളമൊക്കെ ഉണ്ട്. മൊത്തത്തിൽ അവിടെ അടിപൊളിയാണ് ഗൈസ്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാനോ അവിടെ അധികം നേരം ടൈം സ്പെൻഡ് ചെയ്യാനോ ഒന്നും കഴിയലില്ല. കാരണം താലെടുക്കുന്നതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് ഞങ്ങൾ ചിരാത് കത്തിച്ച് തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ വരുമല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫോട്ടോസും വീഡിയോസൊന്നും ഇതുവരെ അവിടെ നിന്ന് എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എല്ലാ പ്രാവശ്യം താലെടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് ടൈം കിട്ടിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു റീല് കളിച്ചു. പിന്നെ ഗൈസ് റീല് കളിച്ച കഥയൊന്നും പറയണ്ട. അവിടെ ഫുള്ള് കോമഡിയാണ് ഗൈസ്. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ സോങ് പോലും കേൾക്കാതെയാണ് ഞങ്ങൾ റീല് കളിച്ചത്. കാരണം ചെണ്ട കൊട്ട് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് സോങ്ങൊന്നും കേട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒപ്പിച്ച് കളിച്ചതാണ് ഗൈസ് ഈ റീല്. അങ്ങനെ ഗൈസ് ഈ അമ്പലത്തിൽ വന്നിട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾക്കൊരു റീല് കളിക്കാൻ പറ്റിയത്. കാരണം ഇതുവരെ ഞങ്ങൾ ഒരു റീലോ ഫോട്ടോസോ ഒന്നും ഈ അമ്പലത്തിൽ വന്നാൽ ഞങ്ങൾ എടുത്തിട്ടില്ല. കാരണം എല്ലാ കൊല്ലവും അമ്മ താലെടുക്കാൻ പറയും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അങ്ങനെ ഫോട്ടോസ് എടുക്കാനൊന്നും കഴിയില്ല. പക്ഷേ ഇപ്രാവശ്യം എങ്ങനെ ഒരു റീല് കളിച്ച്. പിന്നെ റീലൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോഴേക്കും താലെടുക്കേണ്ട ടൈമായി. അപ്പോൾ ഞങ്ങൾ താലൊക്കെ എടുത്ത് തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ പോവാണ്.
പിന്നെ അവിടെ നിന്ന് പോകുമ്പോൾ ഗൈസ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് നാരങ്ങ വെള്ളമൊക്കെ കിട്ടും ഗൈസ്. അപ്പോൾ അതൊക്കെ കുടിച്ച് ക്ഷീണം മാറ്റി മെല്ലെ മെല്ലെയാണ് ഗൈസ് ഞങ്ങൾ അമ്പലത്തിൽ തന്നെ തിരിച്ചെത്തുക. എവിടെയാണ് അങ്ങനെ ഞങ്ങൾ താലൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് കയറി തൊഴുത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നൈറ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കും. സദ്യ തന്നെയാണ് ഗൈസ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ നൈറ്റ് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരോടും ബായൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകാനുള്ള പരിപാടിയിലാണ്. പിന്നെ തിരിച്ചു പോകുമ്പോൾ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിയിട്ടുണ്ട് ബസ്സിൽ നിന്ന് കഴിക്കാനും. പിന്നെ എല്ലാവരും വീട്ടിലേക്കൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നെ ടോയ്സൊക്കെ വാങ്ങുന്നുണ്ട് വാവകളൊക്കെ. അങ്ങനെ എല്ലാവരും ഷോപ്പിങ്ങിൻ്റെ പരിപാടിയിലാണ്. പച്ചക്കറി കാര്യങ്ങളൊക്കെ വാങ്ങലുണ്ട് എല്ലാ കൊല്ലും. അപ്പോൾ എല്ലാവരും അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. കല്യാണം ക്ഷണിക്കുക ഞങ്ങളെ ബൈ ബൈ. ഇനി കല്യാണം ഒക്കെ പൊളിക്കണം. വരും വരും. അങ്ങനെ ഞങ്ങൾ അവരോടൊക്കെ ബായ് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ്. അല്ലൂനില്ല എങ്ങനെയാ തിന്നണ്ടെന്ന് ചേട്ടൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് എങ്ങനെ പിടിച്ച അങ്ങനെ പിടിച്ച പിന്നെ വരുമ്പോൾ ഫുള്ള് പൊളിയേനി. എല്ലാവരും ഫുള്ള് ഓണേനി. ഞങ്ങൾ അവിടെ മുതൽ ഇവിടെ എത്തുന്ന വരെ ഡാൻസ് ചെയ്നി ഗൈസ്. ഫുള്ള് അടിപൊളിയേനി വരുമ്പോൾ.
അവനൊരിക്കൽ ചെന്ന കാര്യമെന്താണ്? പിന്നെ വരുന്ന വഴിക്ക് ബസ്സൊന്ന് നിർത്തിയിട്ടുണ്ടേനി. പാപ്പൻ സ്വാമിയാണ്, അപ്പോൾ അമ്പലത്തിൽ നിന്ന് ഫുഡ് അയച്ചില്ല. അതുകൊണ്ട് പാപ്പന് ഫുഡ് കഴിക്കാൻ വേണ്ടി ബസ്സൊന്ന് ഹോട്ടലിൻ്റെ അടുത്ത് നിർത്തിയിട്ടുണ്ടേനി. ആ ഗ്യാപ്പിൽ ഞങ്ങളും പുറത്തിറങ്ങി. ബാക്കി ഡാൻസ് പുറത്തുനിന്ന് കളിച്ച് കഴിച്ച് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് കഴിഞ്ഞു. പിന്നെ ഫുള്ള് കോമഡി ആയി. അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് കൊയങ്ങി ഞങ്ങൾ വീട്ടിലെത്താനേ ഗൈസ്. അപ്പം ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അപ്പം എല്ലാവരോടും ബായ് ഒക്കെ പറഞ്ഞ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Me